നിങ്ങളിപ്പോൾ പുറത്തു പോയപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫാൻ മൊമെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും രണ്ടുപേർക്കും പറയാൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒരു നിമിഷം ഉണ്ടായി. പറഞ്ഞു. ഞാൻ മെട്രോയിൽ വരുമായിരുന്നു. അപ്പോൾ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, കുറേ ഫാമിലീസ്. അപ്പം ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഷൈ ആയിപ്പോയി. അമ്മയാണെങ്കിൽ എന്നെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഈ അമ്മ എന്നെ നോക്കി ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു. ഞാനിങ്ങനെ എല്ലാവരും നോക്കി ചിരിക്കുന്നു. അവസാനം എല്ലാവരും വന്നു, എല്ലാവരും ഒന്ന് ഫോട്ടോ എടുത്തു. ഞാൻ എത്തുന്നവരെ എല്ലാവരും എൻ്റെ അടുത്ത് ഒന്ന് ഫോട്ടോ എടുത്തു. നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് രേവതിക്കുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഈ അടുത്ത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിച്ച നമ്മുടെ കലാരഞ്ജിനി ചേച്ചിയില്ലേ, അപ്പോൾ പുള്ളിക്കാരിയായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ സീരിയലിനെ കുറിച്ചും എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല പുള്ളിക്കാരിയൊക്കെ ഇത് നമ്മുടെ വർക്ക് കണ്ടു, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടുതലൊരു ഭാഗ്യം എനിക്ക് കിട്ടാറില്ല. അത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഞാനൊക്കെ ചെറുപ്പം മുതലേ കണ്ട് നമ്മൾ അവരുടെ അഭിനയമൊക്കെ കണ്ട് എന്തോ ചിരിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മൾ ഒരു സിനിമ കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് അതിന്റെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാൻ പറ്റണം എന്നുള്ളൊരു ഇതിൽ ഇരുന്നേ. പക്ഷെ എനിക്ക് നമ്പറൊന്നുമില്ലല്ലോ വിളിക്കാൻ. പക്ഷെ പുള്ളിക്കാരി നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഭയങ്കര സന്തോഷം. അതായിരിക്കണം ഈ അടുത്ത് നടന്നതിൽ എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. നിങ്ങളുടെ ഇപ്പോഴത്തെ സീരിയലിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കപ്പിളായിട്ട് ഇതുവരെ വന്നിട്ടില്ല, അതായത് ഒരു പെയറായിട്ട് ഓഡിയൻസ് ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുമില്ല അല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഇനി എന്തെങ്കിലും ഒരു സസ്പെൻസ് എലമെന്റ് നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു നോവലായിട്ട് ഓൾറെഡി വന്നേക്കുന്നതുകൊണ്ട് സസ്പെൻസ് ഒന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു. കഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം, നോവലുള്ള പോലെ തന്നെ അങ്ങനെ തന്നെയാണ് ബേസ് ചെയ്തിട്ട് അതേപോലെ ആയിരിക്കും. അതുപോലെ ആയിരിക്കും. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടാറായിരിക്കും. ആയിട്ടുണ്ടാവും. കഥ നമ്മളല്ലല്ലോ എഴുതുന്നത്, ജോയ്സ് സാറിനോട് ചോദിക്കേണ്ടി വരും. ശരിക്കും ഓഡിയൻസ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരങ്ങനെ ആഗ്രഹിക്കണം, എന്നാലേ നമ്മളെ കൊണ്ടുവരും.